ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ പാട്ടം എൻ്റെ മോനെ അതൊക്കെ പറയണം, നല്ല മറക്കും മോനെ. അങ്ങനത്തെ പട്ടങ്ങൾ നമ്മൾ ഉണ്ടാക്കാൻ പോണു. ഫസ്റ്റ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയ പട്ടം കാണിക്കണ്ടേ. അപ്പൊ പട്ട എടുക്കാൻ പോവാ ഗൈസ്. പട്ട എടുക്കാൻ പോയിട്ട് പട്ട ഇതാ ഇവിടെ ഇരിക്കുന്നു. അപ്പൊ ഗൈസ്, ഇതാണ് പട്ടം. നല്ല ത്രെഡ് കൊണ്ട് ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ത്രെഡ് എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയാ, കണ്ടോ, തിക്ക് ലെയറാ. അത് കാരണം പട്ടിന്റെ ഈ നൂല് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് തിക്ക് ലെയറായിട്ട്. അപ്പൊ ഗൈസ്, പട്ട എങ്ങനെ ഉണ്ടാക്കണേ കാണിച്ചു തരല്ലേ. അതിന് വേണ്ട സാധനങ്ങളെ ഞാൻ അപ്പൊ കാണിച്ചു. അപ്പൊ ഗൈസ്, ഇന്ന് നമ്മുടെ പട്ടണങ്ങളെ സാധനങ്ങൾ കാണിച്ചു തരും. ഒരു എയർ ഷീറ്റ്, ഒരു സെല്ലോ ടാപ്പ്, 2 ഈർക്കൊലികളാണ് അതിനെ കട്ടിയായി പൊട്ടാതിരിക്കുക. പിന്നെ വേണ്ടതാ ഒരു ത്രെഡ്, പിന്നെ ഒരു കത്രികയും കൂടി വെട്ടാൻ. അപ്പൊ ഗൈസ്, എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരികയല്ലേ. അപ്പൊ ഗൈസ്, ഇത് തുടങ്ങന്നെ. അപ്പൊ ഗൈസ്, ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഇങ്ങനത്തെ ഒരു പേപ്പർ എടുക്കുക. നമ്മള് കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക. അങ്ങനെ ഒരു റെക്ടാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ മടക്കുക. ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ മടക്കുക. എന്നിട്ട് ഈ ഭാഗാണ്ട് കട്ട് ചെയ്തിടുക. അപ്പൊ നമ്മളൊക്കെ ഈ കത്രി കൊണ്ടാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഈ വീഡിയോയുടെ ലാസ്റ്റ് സമയം എൻ്റെ പോക്കിമോൻ കാർഡ്സ് ചിലമ്പാണ്. പോക്കിമോൻ കാർഡ്സ്, ഫുട്ബോൾ കാർഡ്സ്, നാറൂട്ടോ കാർഡ്സ്, അത് ഫുള്ളും കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ ഉള്ളിൽ എൻ്റെ ടോയ്സും കുറേ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇന്ന് ഞാൻ കാണിച്ചു തരുമ്പോൾ. അപ്പം നമ്മൾ കട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ കട്ട് ചെയ്യുന്നു. അപ്പൊ ഗൈസ്, ഈ ഭാഗം നമുക്ക് വേണ്ട, ഇത് നമ്മൾക്ക് കളയാം. നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ക്വയർ പാർട്ട് മാത്രം മതി. നമുക്ക് 2 ഈർക്കലിയും വേണം. ഈർക്കലില്ലാതെ ആരെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ മൊത്തം വെച്ചു. നമ്മൾ ഇങ്ങനത്തെ ഒരു പേജ് എടുക്കുക, ഒരു ഈർക്കലി എടുക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ വെക്കുക, കറക്റ്റ് മെഷർമെന്റ് എടുക്കുക. എന്നിട്ട് കറക്റ്റ് സമയത്ത് ഏതാ സ്ഥലം അവിടുന്ന് വെട്ടുക അറിയാം. അപ്പൊ ഗൈസ്, ഇത്രയൊക്കെ നമുക്ക് ആവശ്യമുള്ള. അപ്പൊ അതുവരെ വെട്ടിക്കളയാം. അപ്പൊ ഗൈസ്, ഇത്രക്ക് ലെങ്ത് ഉള്ള വടിയാണ് നമുക്ക് ആവശ്യം. നമുക്ക് എത്ര ലെങ്ത് ആണെന്ന് അറിയില്ല, പക്ഷെ ഇത്രക്ക് ലെങ്ത് വേണം. അത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ലെങ്ത് ഉള്ള പട്ട നിങ്ങൾക്ക് ഉണ്ടാക്കാം. പക്ഷെ ഇതേ സ്റ്റെപ്പ് പോലെ ഉണ്ടാക്കണം. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോക്ക് ലൈക്ക്, സബ്സ്ക്രൈബും ചെയ്യണം. അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അപ്പൊ ഗൈസ്, ഇനി വേണ്ട നമുക്ക് സെല്ലോ ടാപ്പിന്റെ ചെറിയൊരു പീസ് കട്ട് ചെയ്യാം. ഇങ്ങനെ ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് നമ്മളെ അറ്റത്തും 2 അറ്റത്തും ഒട്ടിക്കുക. ഫസ്റ്റത്തെ അറ്റം അങ്ങനെ ഒട്ടിച്ചു. അത് ചെറുതായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പൊ ആ ഭാഗം പൊട്ടാതെ അവിടെ ഇരിക്കും. പക്ഷെ നല്ല ടൈറ്റിൽ ഒട്ടിക്കണം. പോരാത്ത രീതിയിൽ ഒട്ടിച്ചാൽ മാത്രമേ നിൽക്കുള്ളൂ. അപ്പൊ ഗൈസ്, കത്രിക എടുത്തു, പിന്നെ വെട്ടി, അങ്ങനെ 2 സൈഡ് ഒട്ടിക്കണം. പിന്നെ നടുവില് നമ്മൾ ഒട്ടിക്കാൻ ഒരിക്കലും മറക്കരുത്. നടുവിൽ ഒട്ടിച്ചില്ലെങ്കിൽ ആ ഭാഗം പൊട്ടും. അങ്ങനെ എൻ്റെ അനിയത്തിക്ക് ഉണ്ടാക്കി കൊടുത്ത പട്ടം പൊട്ടിയത്. അത് കാരണം പറയണേ അങ്ങനെ ചെയ്താൽ മതിന്ന്. നടുവിൽ ഒട്ടിക്കണം. അത് കാരണം ഈ നടുത്തുണ്ടെങ്കിൽ മാത്രമേ 2 ഭാഗവും പൊട്ടാതിരിക്കുക. പിന്നെ അടുത്തൊരു ഈർക്കൽ എടുക്കുക. ഇതിങ്ങനെ നോക്കിയിട്ട് കറക്റ്റ് സൈസ് ആണെങ്കിൽ മാത്രം ഈ ഒരു ചെറിയ വടി എടുക്കുക. ഇല്ലെങ്കിൽ അടുത്ത ഈർക്കൽ എടുക്കുക. കട്ടി ഭാഗം നോക്കിയിട്ട് 2 സൈഡും നോക്കുക. എന്നിട്ട് എവിടെ വരെ മതി നോക്കിയിട്ട് അവിടെ കത്രികത്ത് വെട്ടുക. അപ്പൊ നമുക്ക് ഇത്ര വന്ന് ലെങ്ത് മതി. അപ്പൊ നമുക്ക് അവിടെ വെട്ടാം. അപ്പൊ ഗൈസ്, ഇത് വേണ്ടാത്ത വരട്ട്, ഇത് വേണ്ട വരട്ട്. അപ്പൊ നമുക്ക് ഇതും കൂടി ഒട്ടിച്ചു
കൊടുക്കുക. കറക്റ്റ് ലെങ്ത് വേണം, ഇല്ലെങ്കിൽ അത് തെറ്റി കഴിഞ്ഞാൽ മൊത്തം പ്രോസസ്സ് പൊട്ടയാവും. അത് കാരണം ഗൈസ് പറയുന്നത് കറക്റ്റ് ലെങ്ത്തിൽ വെട്ടണം. കത്തിരിക്ക ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പേടിയാണെങ്കിൽ പാരൻസിനോട് ചോദിച്ചിട്ട് സുരക്ഷിതമായിട്ടാണ് ഉണ്ടാക്കേണ്ടത്, ഇല്ലെങ്കിൽ കൈയും കാലും മുറിയും. എനിക്കിത് ഉണ്ടാക്കി പരിചയമുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ സേഫ്റ്റി ഇതൊന്നും ഇല്ലാതെ ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്കും പേടിയില്ലെങ്കിൽ മാത്രം ആരും ഇല്ലാതെ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രോസസ്സ് തെറ്റും, ഇല്ലെങ്കിൽ പിന്നെ മൊത്തം ഇത് കൊളാവും, കൈ മുറിയും കാൽ മുറിയും, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അപ്പൊ നമ്മുടെ 3 ലെയർ കംപ്ലീറ്റ് ആവാറായി. ലാസ്റ്റ് വേണം ഒട്ടിക്കാണ് ഗൈസ്. അപ്പൊ നമ്മുടെ പട്ട ഇങ്ങനെ വേണം ഒട്ടിക്കാൻ, രണ്ടും ഇങ്ങനത്തെ രീതിയിൽ ഗൈസ്. പട്ട നമ്മൾ ഇങ്ങനെ ഉണ്ടാവരുത്, ഇങ്ങനെ വേണ്ടത്. അപ്പൊ ഗൈസ് ഇവിടെ നമ്മളെ കട്ടിയുള്ള ഇങ്ങനത്തെ ത്രെഡ് വേണം ഉപയോഗിക്കാൻ. ഇതുകൊണ്ട് ചൂണ്ടയുടെ ഹുക്കിൽ വെക്കുക, അങ്ങനത്തെ സാധനങ്ങൾ നല്ല കട്ടി വേണ്ട സാധനങ്ങളിലൊക്കെ ഉപയോഗിക്കാം. അപ്പൊ ഗൈസ് ഈ ത്രെഡ് നല്ല നീളത്തിൽ വെച്ചു. ഇനി ഈ തുമ്പം കുറച്ച് ഇതാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ വെക്കുക. എന്നിട്ട് പൊട്ടാത്ത രീതിയിൽ ഇതിങ്ങനെ ഒട്ടിക്കുക. പിന്നെ സൊല്ലോ ടാപ്പ് തന്നെ, സൊല്ലോ ടാപ്പ് ഉപയോഗിക്കാം, ഫെവിക്വിക്ക് ഉപയോഗിക്കാം, എന്താണെങ്കിലും ഉപയോഗിച്ച് ഒട്ടിക്കാം. എൻ്റെ അടുത്ത്